റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ കൂട്ടത്തിൽ 40% കുട്ടികൾ വരും. കുസൃതി കാണിക്കേണ്ടുന്ന ഇവരുടെ കുട്ടിക്കാലത്തിൽ നിന്ന് വർണ്ണങ്ങൾ ഇല്ലാതായിട്ട് കാലങ്ങളേറെയായി. ഡൽഹിയിലെ റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പിലെ ഈ കുട്ടികൾക്ക് അക്ഷരാഭ്യാസം നേടാൻ പോലും അവസരം ലഭിച്ചിട്ടില്ല. വിശപ്പടക്കാനും നാണം മറയ്ക്കാനും തന്നെ പ്രയാസപ്പെടുന്ന അഭയാർത്ഥി ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമില്ലാതെ പോകുന്നത് സ്വാഭാവികം മാത്രം. ദുരിതങ്ങൾ നിറഞ്ഞ ഈ ജീവിതത്തിനിടയിലാണ് മുഹമ്മദ് യാസിർ എന്ന 9 വയസ്സുകാരൻ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കിയത്. ഓർമ്മ വെച്ച നാൾ മുതൽ അസ്വസ്ഥമായ അലച്ചിൽ മാത്രമാണ് ഈ ബാലന്റെ ജീവിതം. ഇതിനിടയിലാണ് മാതാപിതാക്കളിൽ നിന്ന് ഖുർആൻ പഠിച്ചു തുടങ്ങിയത്. 20 ഖണ്ഡം മനഃപ്പാഠമാക്കിയപ്പോഴേക്ക് മ്യാൻമറിൽ നിന്ന് യാസറിന്റെ കുടുംബത്തെയും ബുദ്ധ വംശീയവാദികൾ ആട്ടിയോടിച്ചു. गुली लेके आया, तुम यहाँ पे नहीं पड़ेगा, बाप तो इतना लड़े ना, मार के भगा दिया, नहीं पड़ेगा. फिर मस्जिद में इतना बड़ा ताला लगा दिया. ബംഗ്ലാദേശിൽ അഭയം തേടിയ ഈ കുടുംബം അവിടെ നിന്ന് പലായനം ചെയ്ത് ഡൽഹിയിലെത്തിയത് കഴിഞ്ഞ വർഷമാണ്. ഡൽഹിയിലെ ബട്ട്ല ഹൌസിൽ നിന്ന് 10 ഖണ്ഡം കൂടി മനഃപ്പാഠമാക്കി. ഇതോടെ അഭയാർത്ഥി ക്യാമ്പിലെ രാത്രി നമസ്കാരത്തിന്റെ ചുമതല മുഹമ്മദ് യാസിറിനായി. മുജീബ് റഹ്മാൻ, മീഡിയ 1, ന്യൂഡൽഹി.